ഡിസംബർ 25 ക്രിസ്തുമസ്. മണ്ണിലലയുന്ന മനുഷ്യനെ വിണ്ണിലേക്കുയർത്താൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്നതിൻ്റെ കഥയാണ് ക്രിസ്തുമസ്. മനുഷ്യരായ നമ്മെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും ദൈവമക്കളാക്കാനും സ്വർഗം വിട്ട് ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ മഹനീയ ഓർമ്മയാണ് ക്രിസ്തുമസായി നാം കൊണ്ടാടുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം എന്നതിലുപരി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്തുമസ്. കലുഷിതമായ ഈ ലോകത്ത് പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ തിരുനാളം കൊളുത്തിക്കൊണ്ടാണ് ക്രിസ്തുമസ് കടന്നു വരുന്നത്. പുൽക്കൂടൊരുക്കി ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ നാം പുനരാവിഷ്കരിക്കുമ്പോൾ ബത്ലഹേമിലെ വിനയം നിറഞ്ഞ ആ ജനനത്തെയാണ് നാം പുനരാവിഷ്കരിക്കുന്നത്. പുൽക്കൂട് എളിമയുടെ പ്രതീകമാണ്. ഒന്നുമല്ലാത്ത പുൽക്കൂടിനെ തൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ എല്ലാമാക്കി തീർത്തു ദൈവപുത്രൻ. ആ പുൽക്കൂട്ടിൽ നാം കാണുന്നത് പ്രകൃതിയും ജീവജാലങ്ങളും നക്ഷത്രങ്ങളും മാലാഖമാരും ആകാശവും ഭൂമിയും ഒന്നു ചേർന്ന മഹാത്ഭുതമാണ്. ഒന്നിലും തൃപ്തരാകാതെ സംതൃപ്തി തേടി അലയുന്ന യുവമനസ്സുകൾക്ക് പുൽക്കൂട്ടിലെ സാന്നിധ്യങ്ങൾ നൽകുന്നത് സംതൃപ്തമായ മനോഭാവത്തിൻ്റെ വെല്ലുവിളിയാണ്. ജീവിതത്തിൻ്റെ അസംതൃപ്തി ആയുസ്സിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ യഥാർത്ഥ സംതൃപ്തി അന്വേഷിക്കുന്നവർക്ക് പുൽക്കൂട് ഒരു പാഠപുസ്തകമാണ്. പുൽക്കൂട്ടിലേക്ക് ഇടയന്മാരെ വഴി നടത്തിയ ആ നക്ഷത്രത്തിൻ്റെ ശോഭയും നാം കാണാതെ പോകരുത്. നന്മയുടെയും കരുണയുടെയും സഹനത്തിൻ്റെയും ദീപങ്ങളായി ജ്വലിച്ച് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രതീകമാണത്. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്രകാശമാകാനെങ്കിലും നമുക്ക് ശ്രമിക്കാം. മനുഷ്യരിലുള്ള തിന്മയെ അകറ്റി നന്മയ്ക്ക് കരുത്തേകാനാണ് ദൈവം മനുഷ്യനായി പിറന്നത്. നന്മയുടെ പ്രോത്സാഹനവും തിന്മയുടെ തിരസ്കരണവും ക്രിസ്തുമസിൻ്റെ അതിപ്രധാന ഘടകമാണ്. ആധുനിക ലോകത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ തിരുപ്പിറവിയുടെ മഹത്വം നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന സന്ദേശമാണ് മാലാഖയിൽ നിന്ന് ഇടയന്മാർ ശ്രവിച്ചത്. വിശ്വസ്തയോടും സംതൃപ്തിയോടും കൂടി സ്വന്തം ചുമതല നിർവഹിക്കുന്നവർക്ക് മാത്രമേ മാലാഖമാരുടെ സാമീപ്യവും ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള നിശ്ചയവും അനുഭവപ്പെടുകയുള്ളൂ. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകാനും കണ്ണില്ലാത്തവന് കാഴ്ചയാവാനും വേദനിക്കുന്നവന് ആശ്വാസമാകാനും നമുക്കാവണം. ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ അനാഥരെയും അഗതികളെയും നാം ചേർത്ത് നിർത്തണം. ഇളകിമറിഞ്ഞ കടലിൽ എന്ന പോലെ ജീവിതത്തോണി ആടിയുലയുമ്പോൾ, പ്രതീക്ഷകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ക്രിസ്തു ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ഇത് സാധ്യമാവണമെങ്കിൽ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം ഉണ്ണിയേശുവിനെ നാം ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ക്രിസ്തുമസിൻ്റെ സന്ദേശം ഏവർക്കും എക്കാലത്തേക്കുമുള്ളതാണ്. ലോകത്തിന് പ്രകാശവും സ്വാതന്ത്ര്യവും ജീവനും രക്ഷയും പകരാനെത്തിയ യേശുവിനെ സ്വീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസും നമ്മുടെ ജീവിതവും അർത്ഥപൂർണമാകുന്നത് എന്നറിയുക. ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ലോകത്തിലെ എല്ലായിടങ്ങളിലും വേദനയിലും ദുരിതങ്ങളിലും ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആനന്ദവും ആശ്വാസവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ. നന്ദി.